ഓരോ മുന്നണിയും അവരുടെ വിജയസാധ്യതകളെയാണ് പരിഗണിക്കുക. അതെ. ആ വിജയസാധ്യതകൾക്ക് പറ്റിയ സ്ഥാനാർത്ഥികളെയാണ് അന്വേഷിക്കുക. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പാനൽ കേരളത്തിൽ രൂപപ്പെടുത്തുക. ആ പാനലിന് കോൺഗ്രസ് ഉയർത്തുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് അനുസൃതമായ ഒരു രൂപം നൽകുക. ആ നിലയിലൊരു മുൻഗണനാ ക്രമങ്ങളാണത്. ഇപ്പോൾ രാജ്യസഭയിൽ നിന്ന് ഒരാൾ മാറിയോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവ് BJP ആണോ എന്നുള്ള നിലയിലല്ല അത് വരുന്നത്. പ്രധാനമായിട്ടും പൊളിറ്റിക്കലാണ്. കോൺഗ്രസിന് ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ ഇവരൊക്കെ ഉണ്ടെങ്കിലേ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അഭിമുഖിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ നിൽക്കാൻ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നില്ലെങ്കിൽ ഇവർ പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാം തോൽക്കും. അതാണ് അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ രാഹുൽജി നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാം തോൽക്കും. അപ്പൊ അദ്ദേഹം സ്വാഭാവികമായിട്ടും എന്താ ആലോചിക്കുക, അദ്ദേഹത്തിന് സുരക്ഷിതാണ്, ഇവർക്ക് കിട്ടുകയാണെങ്കിൽ പോന്നോട്ടെ എന്ന സമീപനം സ്വീകരിക്കും. അതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവും. ഞാൻ അതിന്റെ ഉള്ളറകളെ കുറിച്ച് വിശദമായി വരുന്ന ഒരാളല്ല. അവർ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കും. ഇതൊക്കെ അവർ പരിഗണിച്ച് കാണും എന്ന് നമ്മൾ കരുതുന്നു. ഓക്കെ.